മേഘനയ്ക്ക് കൊടുക്കത്തെ ഭാഗ്യാണല്ലോ. നമ്മൾ കൊടുത്ത ഷോക്കിന് ചെരിഞ്ഞു വീണ മരം ഒരു മൂലയ്ക്ക് കിടന്നോളെന്ന് കരുതിയ, പക്ഷെ അപ്പോഴേക്കും എല്ലാവരും കൈകൊട്ടി പ്രസംഗിക്കും വിധം ഒരു ഉഗ്രൻ ചാൻസ് അല്ലേ ദൈവം കൊടുത്തത്. കോൽ മഞ്ജരി, ഇന്നത്തെ ദിവസം എന്തുകൊണ്ടോ അവക്ക് അനുകൂലമായിരുന്നു എന്ന് കരുതി നമ്മൾ തളരാൻ പാടില്ല. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ചക്രം തിരിഞ്ഞ് നമ്മുടെ അടുത്തും എത്തും. അവക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ നാളെ ഒരു നാൾ നമുക്ക് അനുകൂലമായി തിരിയുന്ന ഉറപ്പല്ലേ? അന്ന് നമുക്ക് മേഘനയോടുള്ള പ്രതികാരം ചെയ്യണം. എനിക്കൊന്നും അറിയില്ല. അതിനോടകം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ 2 എണ്ണം കൂടി നടന്നാ മതി. ഇവിടെയുള്ള എല്ലാവരും അവളുടെ ഭാഗത്തേക്ക് ചായോന്ന് ഉറപ്പല്ലേ? അത്ര പെട്ടെന്ന് മാറാൻ നമ്മൾ വിടുവോ മഞ്ജരി? ആ മിഥുന്റെ പെരുമാറ്റം കണ്ടില്ലേ? അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അരുണിമാന്റെ ഒന്നും പുറത്തു കാണിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലും മരുമോളുടെ കാര്യത്തിൽ സന്തോഷ. എന്തൊരു പ്രകാശമായിരുന്നു ആ മുഖത്ത്. അവള് വന്നു കയറിയപ്പോ തൊട്ട് ഇങ്ങനെയുള്ള പൊടിക്കൈ വിദ്യകൾ കാണിച്ച എല്ലാവരെയും ആകർഷിച്ചിരുന്നത്. ഇനിയും അവൾ അത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പാ. ഇത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ പിന്നീട് ഒരിക്കലും മേഘന എന്ന തടസ്സം എന്റെ ജീവിതത്തിൽ നിന്ന് മാറില്ല. മിഥുനും ഞാനുമായിട്ടുള്ള കല്യാണം വേറെ സ്വപ്നമാവും. ഡോണ്ട് വറി മഞ്ജരി, ഇത് നമുക്കൊരു ഗുണപാഠമായി സ്വീകരിക്കാം. പഠിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് തെറ്റുകൾ തിരുത്താം. എന്നിട്ട് ഈ അനുഭവങ്ങളിൽ നിന്നും പുതിയൊരു പദ്ധതി മെനഞ്ഞെടുക്കാം. കാത്തിരുന്ന് നമുക്ക് ആക്രമിക്കണം. ഇനി അങ്ങോട്ട് മേഘന എന്ത് ചെയ്താലും ഓരോ ചുവടിലും അവക്ക് തടസ്സമായി നമ്മളുണ്ടാവും. തലങ്ങും വിലങ്ങും ഗതിയില്ലാണ്ട് അവള് നിവർത്തിയിടും. ശരിയാണ് ആന്റി. ഓരോ അനക്കത്തിലും ഈ വീട്ടിലുള്ളവർ മേഘനയെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കണം. ആ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറപ്പും വെറുപ്പും തോന്നണം. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ആ കുടുംബത്തിന്റെ ശാപ. ഇങ്ങനൊരു മരുമോളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കിയാന്. പക്ഷെ അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. നിന്റെ പെരുമാറ്റം എനിക്ക് പിടികിട്ടുന്നില്ല അരുണിമേ. എന്തിനെ കുറിച്ച് ജയേട്ടൻ സംസാരിക്കുന്നത്? ആരെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്താൽ പോലും അവരെ നീ എടുത്ത് തലേ കയറ്റി വെക്കും. എന്നിട്ടിപ്പോ മേഘനയാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു കുടുംബത്തിന്റെ നാഥയാണ് രക്ഷപ്പെട്ടത്. നീ അനുമോദിച്ചില്ല എന്നുള്ളതോ പോട്ടെ, ഒരു നന്ദി പോലും പറയാനുള്ള മനസ്സ് കാണിച്ചില്ല എന്നുള്ളതിൽ കഷ്ടമുണ്ട്. ഇന്ന് മേഘന വിശാലാക്ഷിക്ക് അങ്ങനെ ഒരു ചികിത്സ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ നിമിഷം അവര് നമ്മുടെ വീട്ടിൽ മരിച്ചു വീണേനെ. പിന്നെ ജീവിതകാലം നിനക്ക് ആ കുറ്റവും പേര് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. അതൊരു ശാപമായിട്ട് നമ്മുടെ കുടുംബത്തെ വേട്ടയാടിയനെ. അരുണിമ ക്ഷണിച്ച പാർട്ടിക്ക് പോയതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചെന്നും നന്ദൻ ഫാമിലിയിൽ നിന്ന് ക്ഷണം കിട്ടുന്ന ആഘോഷങ്ങളിൽ ഇനി പങ്കെടുക്കാൻ പാടില്ലെന്നും ഒരു ജന്മം മൊത്തം ആൾക്കാർ നമ്മളെ പഴിച്ചേനെ. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാത്ത രീതിയിൽ, ആരും നമ്മളെക്കുറിച്ച് കുറ്റം പറയാത്ത രീതിയിൽ മേഘനയാണ് നമ്മളെ രക്ഷിച്ചത്. ഒരു താങ്ക്സ്, അത് മാത്രം മതിയായിരുന്നു. പക്ഷെ നിനക്കതിന് മനസ്സ് തോന്നിയില്ല. അത് കേട്ടാൽ അവൾ എത്രമാത്രം സന്തോഷിച്ചേനെ. ആകാശം മുട്ടെ വളർന്നൊരു മരം മുറിച്ചു കളഞ്ഞ് വേര് മാത്രം നിർത്തി വീണ്ടും വെള്ളൊഴിച്ച അത് വീണ്ടും മുളച്ചു വരൂ ജയേട്ടാ. അതുപോലെ ചെയ്തു പോയതൊന്നും തിരുത്താനും പറ്റില്ല. എന്തിനെന്നെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നു? ഇന്നും മേഘന ഒരു ചെറിയ കാര്യം ചെയ്തെന്നും അവളെ എല്ലാവരും എടുത്ത് തലേ കയറ്റി വയ്ക്കുന്നുണ്ടല്ലോ. പക്ഷെ വിവാഹമോചന കേസുമായി മേഘന കോടതിപ്പടി കയറിയപ്പോ അന്ന് തൊട്ട് അവൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ലാതെ. ഇനി അവളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. ശരി അരുണിമേ, അവള് തെറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിൽ കിടക്കുന്നിടത്തോളം നിനക്ക് മനംമാറ്റം ഉണ്ടാക്കാനോ അവളെ കൂടെ നിർത്താനോ ഞാൻ പറയുന്നില്ല. പക്ഷെ അവൾ ഇത്ര നല്ലൊരു കാര്യം ചെയ്തപ്പോ അനുമോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ സ്നേഹവും അനുമോദനവും പ്രകടിപ്പിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയവളെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ജയേട്ടാ. അങ്ങനൊരു മോഹം ഇനിയും അവളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഓഹോ, അതാണല്ലേ. അങ്ങനെ നിനക്ക് പ്രശംസിക്കാൻ മനസ്സ് വരാത്തപ്പോ വഴക്ക് പറയാനും മനസ്സുണ്ടാവരുത്. ശരിയല്ലേ അരുണിമേ? എന്നുവെച്ചാ എന്താ ഉദ്ദേശിച്ചത്?
മേഘന ചെയ്ത ദ്രോഹങ്ങളെല്ലാം മറന്ന് വീണ്ടും അവളെ മനസ്സിൽ കയറ്റി പ്രതിഷ്ഠിക്കണോന്നാ? നീ അവളെ ഒരിടത്തും പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ രീതി ഒന്ന് മാറ്റണമെന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. പെട്ടെന്ന് എന്താണാവോ ചേട്ടന് മേഘനയിലേക്കൊരു ചായ്വ്? ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ യാതൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടുമേ. ജേട്ടൻ ഏത് സമയത്തും മേഘന ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണാൻ മാത്രം ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് നമ്മുടെ മിഥുന്റെ ജീവിതമാണ് വലുത്. മിഥുന്റെ ജാതകദോഷത്തെക്കുറിച്ച് എന്റെ ചിന്ത. മേഘന ഇനി എന്ത് നല്ലത് ചെയ്താലും എനിക്ക് അവളെ സ്നേഹിക്കാനോ പ്രശംസിക്കാനോ കഴിയില്ല ജയേട്ട. അവൾ ഒരുത്തി കാരണം എന്റെ മിഥുൻ മോന്റെ ജീവിതം ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവൾ വന്ന് കയറിയപ്പോ തൊട്ട് ഈ വീട്ടിലെ സമാധാനം നശിച്ചു തുടങ്ങി. ഈ വീടിന് പേരുദോഷം ഉണ്ടാക്കിയവൾ അവള്. അവളുണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് ചിലപ്പോ ദീർഘായുസോടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ മേഘനയുടെ കാര്യത്തിൽ എന്റെ ചിന്തയോ അഭിപ്രായമോ ഒരിക്കലും മാറില്ല. ഓ, എന്താ മേഘനെ, കുടുക്ക നിറയ്ക്കാൻ വേണ്ടി പത്രത്തിലുള്ള റിക്രൂട്ട്മെന്റ് കോളം തപ്പുക? നിന്റെ ഊച്ചാളി ക്വാളിഫിക്കേഷനും കമ്മ്യൂണിക്കേഷനും വെച്ച് നല്ല വല്ല കമ്പനിയിലും നിനക്ക് ജോലി തരുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ദിവസവും പത്രത്തിൽ വട്ടം വരച്ച് ആ ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് തോറ്റ് തൊപ്പിയിട്ട് കുത്തി വീർത്ത മുഖമായി തിരിച്ചു വരാം. ഇതല്ലാതെ നിന്റെ ജീവിതത്തിൽ വലിയൊരു ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. അതെ മഞ്ജരി, എവിടുന്നേലും ഒരു കാക്ക കൊത്തിക്കൊണ്ട് വന്ന് പറമ്പിലിട്ട ഒരു വിത്തിന്റെ വില അപ്പോ ആർക്കും അറിയില്ല. പക്ഷെ ഒരു നാൾ അത് മുളച്ച് വളർന്നു വലുതായി ഒരു മഹാവൃക്ഷമായി 10 പേർക്ക് തണലും ഫലങ്ങളും നൽകുമ്പോഴേ അതിന്റെ വില മനസ്സിലാവും. നിന്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോ എവിടുന്നോ ആ കാക്ക കൊത്തിക്കൊണ്ട് വന്നിട്ട വിത്തിന് സമമാണ്. ഇന്ന് നീ എന്നെ കളിയാക്കിക്കോ, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ എന്റെ വളർച്ചയും സ്ഥാനവും കണ്ട് കുശുമ്പ് മൂത്ത് തിളയ്ക്കുമ്പോ മനസ്സിലായിക്കോളും. കണ്ണും തുറന്നിരുന്നുകൊണ്ട് പകൽക്കിനാവ് കാണുന്നതിൽ നീ എക്സ്പെർട്ട് ആണെന്ന് എനിക്കറിയാം. എന്നും പറഞ്ഞ് ഇത്രയും വലിയ മഹാത്ഭുതങ്ങളൊക്കെ കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മേഘനെ. അല്ല മേഘനെ, നീ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതി വിധി ആയതുകൊണ്ടും പോലീസുകാർ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടും ഇനി ഒരു 6 മാസക്കാലത്തേക്ക് മിഥുന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കാനും ഇവിടുത്തെ മരുമകളുടെ സപ്രപഞ്ചത്തിൽ കയറി ഇരിക്കാനും അല്ലേ നീ ഇങ്ങോട്ട് വന്നത്? എന്നിട്ടിപ്പ ജോലിക്കാണെന്നും പറഞ്ഞ് ഊര് ചുറ്റാൻ തീരുമാനിച്ചോള് ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന എന്തിനാ? നീ 24 മണിക്കൂറും മിഥുനൊപ്പം ഉണ്ടാവുമ്പോഴല്ലേ അവന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കാനാവൂ. ഇപ്പൊ തന്നെ അവന് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവനോടൊപ്പം എപ്പോഴും ഉള്ളത് ഞാനാ മോളെ. എന്നാ പോട്ടെ, അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാ അവന്റെ മുറിയിലേക്ക് കേറാൻ പറ്റുന്നുണ്ടോ? ഇനി മേഡം ഉദ്യോഗത്തിനും കൂടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാ മിഥുന്റെ ഭാര്യയായി വലസാൻ നിനക്കപ്പോ ഒട്ടും സമയമുണ്ടാവില്ല. ആ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോ നിന്നേക്കാളും ബെറ്റർ ഞാൻ തന്നെയാ മേഘനെ. ചിന്തിച്ചു നോക്കിക്കേ, അവൻ ഇവിടെയുള്ളപ്പോഴും അവിടെ ഓഫീസിലുള്ളപ്പോഴും
നിഴല് പോലെ അവനൊപ്പം ഞാനാ ഉള്ളത്. മിഥുൻ എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ അവന്റെ ഭാര്യ തന്നെയാ. താങ്ക് യു സോ മച്ച് മഞ്ജരി. താങ്ക്സോ? അതെന്തിനാ? ഞാനിപ്പോ ഒരു യുദ്ധക്കളത്തിലാണ് മഞ്ജരി. എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളുമായിട്ടാണ് എന്റെ ഈ പോരാട്ടം. പക്ഷെ എന്റെ ആ യുദ്ധത്തിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന് പലപ്പോഴും കൺഫ്യൂസ് ആവാറുണ്ട്. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞതിൽ നിന്നും ഏത് ആയുധത്തിനാണ് പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്റെ സംസാരത്തിൽ നിന്നും യുദ്ധതന്ത്രം എന്തായിരിക്കണമെന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഡിയർ. മേഘന എന്ത് യുദ്ധാ ചെയ്യുന്നേ? അതിലേതായുധൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും അവളോട് പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ അവൾക്ക് ഭ്രാന്തായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവളുടെ ഭ്രാന്ത് കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്ക് പടർന്നതായിരിക്കും. ഇവക്ക് എന്തിന്റെ ഓളാണോ? മോളെ മേഘനെ, ആ എന്താ മുഖത്തൊരു സന്തോഷം? മഞ്ജരിയുടെ പൊട്ടത്തരത്തിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കി എടുത്തു വെച്ചാ അതുകൊണ്ടാ ഈ സന്തോഷമൊക്കെ. എന്താ മോളെ അത്? ഞാനൊരു ജോലിക്ക് പോവാൻ തീരുമാനിച്ചത് നല്ല കാര്യം തന്നെയാ. പക്ഷേ ജോലിയുടെ പേരും പറഞ്ഞ് ഞാൻ മിഥുനേട്ടന്റെ അടുത്തൊന്നും അകന്ന ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ലക്ഷ്യം നിറവേറില്ലല്ലോ അച്ഛാ. ഞാൻ ഓരോ ക്ഷണവും മിഥുനേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഉദ്യോഗത്തിന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ നിറങ്ങിപ്പോയാ പല കാര്യങ്ങളും എന്റെ മുന്നിൽ എത്തില്ല. ശരിയാ മോളെ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പിന്നെ ഇതിനുള്ള പരിഹാരം എന്താ? പരിഹാരമൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. മിഥുനേട്ടന്റെ അടുത്ത് തന്നെ ഞാൻ ജോലിക്ക് ചെല്ലണം. എങ്ങനെ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഞാൻ നടത്തു വെച്ചാ, പക്ഷേ എനിക്ക് അവിടെ ഒരു ജോലി വേണമെന്ന് പറഞ്ഞ മിഥുനേട്ടനും മഞ്ജരിയും അമ്മയും ആരും സമ്മതിക്കില്ല. പക്ഷെ അതൊന്നും ഒത്തുകിട്ടുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും മിഥുനേട്ടന്റെ കൂടെ നിൽക്കാൻ കഴിയും. അതിനുള്ള മാർഗം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. മോളെ, എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്നെ പെട്ടെന്ന് പറയച്ചാ. ഇപ്പൊ മിഥുൻ പുതിയതായ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കല്ലേ, അവിടെ നീ അപ്ലൈ ചെയ്യേ. അതെങ്ങനെ നടക്കാനാച്ചാ? ഈ ഞാൻ ചോദിച്ച ജോലി കിട്ടുമോ? കിട്ടും മോളെ. ഞാൻ പറയുന്ന പോലെ ചെയ്താ നിനക്ക് അവന്റെ ഓഫീസിൽ കയറി പറ്റാൻ സാധിക്കും. അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നേ. ഒരു വഴിയും മുന്നിൽ തെളിയാത്തപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള മാർഗമായാലും അത് സ്വീകരിക്കാം നമുക്ക്. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു നോക്കാം. ഈ കള്ളസ്വാമിജിയുടെ വേഷം അണിയാൻ ഒരു ഒന്നൊന്നര പാടാണല്ലോ. ഈ അരുണിമ മാലിനി എന്തിനാണാവോ എന്നെ വിളിപ്പിച്ചത്? കാത്തോളനെ ദൈവമേ.
നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ഇരുന്നാലും. പറയൂ അരുണിമേ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ മരുമകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ മോനെ അപകടങ്ങൾ വേട്ടയാടും. അത് ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു. എന്ന് കരുതി അവരെ തമ്മിൽ അകറ്റാനും എനിക്ക് സാധിക്കുന്നില്ല. 6 മാസം കഴിയുന്നത് വരെ അവരെ തമ്മിൽ അകറ്റരുതെന്നാണ് കോടതി വിധിയും. അതിന്റെ പേരിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനോ ആവില്ല. എന്റെ മകന് എന്ത് പറ്റുമോ, ഏത് നേരത്തെ എന്ത് സംഭവിക്കുമെന്ന് ഈ അമ്മ മനസ്സ് ഏത് നേരം വ്യാകുലപ്പെടും. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണം സ്വാമി. മോനെ മരുമോളെയും അകറ്റുക എന്നുള്ളതാ ഇതിനുള്ള ഏക പരിഹാരം. പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ലൊരു നാള് നിശ്ചയിച്ച് എന്റെ മകന്റെ ജാതകം ഗണിക്കാന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ. മകന്റെ ജാതകം എടുത്തുണ്ടോന്നോളൂ. നല്ലൊരു ദിവസം നോക്കി ഭഗവാന്റെ നടയിൽ വെച്ച് പൂജിച്ച ശേഷം അതിലെ ദോഷങ്ങളും ദോഷപരിഹാരങ്ങളും എല്ലാം കണ്ടെത്താം. ആയിക്കോട്ടെ സ്വാമി. മിഥുനേട്ടന്റെ ജാതകത്തിലെ ദോഷങ്ങളെ കുറിച്ചറിയാൻ അമ്മ വീണ്ടും ആ ജോത്സ്യനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണല്ലോ. ഈ കള്ളസ്വാമി എങ്ങനെ ഇവിടെ എത്തി? എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? ഇവിടോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതെന്താ പറയാതെ ആളിങ്ങെ തള്ളിക്കേറി പോന്നെ? എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം തടിയുരുന്നതാ നല്ലത്. എന്നാ പിന്നെ ശരി, ജാതകം കൈ കിട്ടിയല്ലോ. ഇനി ഇതിലെ എല്ലാ കാര്യങ്ങളും അണുവിടവിടാതെ പരിശോധിച്ച ശേഷം പരിഹാരമാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. പോയിട്ട് വരൂ സ്വാമി. എടോ കള്ളസ്വാമി, എന്താ ഈ വഴിക്കൊക്കെ? ഞാൻ എന്ത് ചെയ്യാനാ മാഡം? എന്നെ പിടിച്ച് ഇതിനകത്തിട്ടത് നിങ്ങളല്ലേ. ഇപ്പൊ അരുണിമയാണെങ്കിൽ എന്നോട്ട് വിടുന്നുമില്ല. അരുണിമ ചേച്ചി എന്താ പറഞ്ഞത്? മിഥുന്റെ ജാതകം തന്നിട്ടുണ്ട്. അയാളുടെ ദോഷത്തിന്റെ പരിഹാരം കണ്ടെത്തണത്രേ. ഗണിച്ചു നോക്കിയിട്ട് വരാന്നും പറഞ്ഞ് ജാതകമായിട്ട് ഞാനിങ്ങ് പോന്നു. ഗുഡ് ഗുഡ്. നിങ്ങളുടെ കഥാപാത്രം നിങ്ങൾ തകർത്തഭിനയിച്ചു. കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് ഈ വേഷം കെട്ടേണ്ടി വരും. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ കാഷായ വേഷം കിട്ടിയുള്ള കഥാപാത്രം കുറച്ച് കടുപ്പമുള്ളതാ. നിങ്ങൾ തരുന്ന കാശ് കെട്ടിന്റെ കുറച്ച് കടുപ്പം കൂട്ടിയാ ഞാൻ ഈ റോള് ഗംഭീരാക്കി തരാം. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാ. വീണ്ടും വരുന്ന സമയത്ത് എന്തൊക്കെയാ സംസാരിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഗൈഡ് ചെയ്യും. ഓക്കെ? ആയിക്കോട്ടെ, പോട്ടെ എന്നാ. ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. മാഡം പുതിയ ബ്രാഞ്ചിന്റെ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാഡം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറ. ഒരു ലക്ഷത്തിന്റെ ഒരു DD വേണമായിരുന്നു. ശരിയാക്കാം. പ്രിയമതേ, എന്താ ചേച്ചി? എന്റെ റൂമിൽ ചെന്ന് അലമാരയിൽ ഒരു 1 lakh എടുത്തോണ്ട് വന്ന് ഇയാളെ ഏൽപ്പിക്കാം. പ്രിയമത് എന്താ കാശെടുത്തോണ്ട് വരാത്തെ? പെട്ടെന്ന് ചെല്ല്. ആ വെടിച്ചപ്പാട് എന്നെ കുറിച്ച് എന്താ കരുതിയേക്കുന്നേ?
അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ മരുമോളാ. 1 or 2 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും രണ്ടുപേർക്കും തുല്യ അവകാശം വേണ്ടതല്ലേ? എന്നിട്ടിവിടെ പണിക്കാരെക്കാളും കഷ്ടമാണ് എന്റെ ജീവിതം. ഞാൻ എന്താ അവളുടെ അസിസ്റ്റന്റ് ആണോ? നക്കാപ്പിച്ച് എടുത്ത് വല്ലവന്റെ കൈ കൊടുക്കാൻ? മൂത്ത മരുമോളുടെ സിംഹാസനത്തിൽ കയറിയിരുന്ന് അധികാരം മുഴുവനും കയ്യിലാക്കി എന്നെ അവള് പിച്ചി ചീന്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വെച്ചിട്ടുണ്ട് നിനക്കുള്ളത്.